Let us move to the next topic. Extended transition function. എക്സ്റ്റെൻഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾക്കൊരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു സ്ട്രിങ് ട്രാൻസിഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഡെൽ സ്റ്റാർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം അവർ തരുന്നുണ്ട് ഡെൽ സ്റ്റാർ Q0 ഓഫ് എക്സ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ഈ ഒരു Q0നും എക്സിനെ ഒരു പാക്ക് ആക്കാണ് അവർ ചെയ്യുന്നത്. ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ ആദ്യമേ എടുത്ത് നമുക്കിപ്പോൾ ഒരു സ്റ്റേറ്റ് Q1 കിട്ടിയെന്ന് വിചാരിക്കുക. അവരിൽ നിന്നും വീണ്ടും നമ്മൾ ട്രാൻസിഷൻ കണ്ടുപിടിച്ച് ഫൈനൽ സ്റ്റേറ്റ് നമുക്ക് കിട്ടുന്നത്. ഇഫ് ദ ലാസ്റ്റ് വൺ ദ റിസൾട്ടൻ വൺ റെപ്രസെൻറ്റ്സ് ദ ഫൈനൽ സ്റ്റേറ്റ് ഇറ്റ് മീൻസ് ദാറ്റ് ദി സ്ട്രിങ് വിൽ ബി അക്സെപ്റ്റഡ്. ഓക്കെ, എന്താണെങ്കിലും നമുക്കിതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു DFA കൊടുത്തിട്ടുണ്ട് ആൻഡ് വി ആർ ഹാവിങ് എ സ്ട്രിങ് ABAA. ഹൗ വിൽ വി റൈറ്റ് ഇറ്റ്സ് ട്രാൻസിഷൻ ഫംഗ്ഷൻ? ഈ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി വരാറുണ്ട്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വി ഹാവ് ടു ചെക്ക് വെദർ എ സ്ട്രിങ് ഇസ് അക്സെപ്റ്റഡ് ഓർ നോട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അഗൈൻ ABA നമ്മൾ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ എഴുതാനാണ് ഇവിടെ പറയുന്നത്. വി ആർ റൈറ്റിംഗ് ഡെൽ സ്റ്റാർ Q0, ABA. That's the first state. അതുകൊണ്ടാണ് നമ്മൾ Q0 എടുക്കുന്നത്. We can write it as del of del star Q0 AB. അതായത് ഇത് മാത്രം നമ്മൾ എടുക്കുന്നത് A. Again we can write it as del of del star ഓഫ് Q0, A. എന്നുവെച്ചാൽ ഇത് ഓരോന്ന് വെച്ച് നമ്മൾ എടുക്കുകയാണ്. അതായത് ഈ ഒരു ഇൻറ്റേർണൽ ഫംഗ്ഷന് മാത്രം നമ്മൾ ഡെൽ സ്റ്റാർ ഇടുന്നത് B, A. അതായത് ഇത്രയും ഒരു സെറ്റ്, ഇത്രയും അടുത്ത സെറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമുക്ക് ഈ ഒരു സംഭവം, അതായത് ഫസ്റ്റ് ബ്രാക്കറ്റ്, സെക്കൻഡ് ബ്രാക്കറ്റ്, തേർഡ് ബ്രാക്കറ്റ്. ഫസ്റ്റ് ബ്രാക്കറ്റിനെ നമുക്ക് സോൾവ് ചെയ്യാം. സോ ഫസ്റ്റ് ബ്രാക്കറ്റിന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? Q*0A. അതായത് Q0യിൽ A വരുമ്പോഴത്തേനും ഉള്ളത് എന്താണ്? എൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 ആണ്. അപ്പോൾ എൻ്റെ ഈ ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ എൻ്റെ സോൾവ് ചെയ്ത് എനിക്ക് Q0 കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ബാക്കി എഴുതുവാണേ. ഡെൽ സ്റ്റാർ ഓഫ് Q0, B. ഇനി നെക്സ്റ്റ് ഇതെൻ്റെ സെക്കൻഡ് ബ്രാക്കറ്റ് ആണ് വരുന്നത്. ഏത്? ദിസ് ഇസ് മൈ സെക്കൻഡ് ബ്രാക്കറ്റ്. Q0യിൽ B വരുമ്പോൾ എന്താണാവുന്നത്? Q1 ആണ് വരുന്നത്. സോ ഐ എം റൈറ്റിംഗ് മൈ സെക്കൻഡ് ബ്രാക്കറ്റ് Q1. വാട്ട് ഇസ് ഡെൽ സ്റ്റാർ ഓഫ് Q1, A? That is nothing but Q2. What is Q2? It's the final state. Hence, this string will be accepted. അങ്ങനെയാണ് how we are working on a extended function. Let's check the next question. Check whether the DFA accepts the input string 1010. Let's again write it in form of Q0 because it's the initial state. It's the initial state 1010. That is nothing but del star of Q0 101, 0. Del star of Q0 10, 1, 0. Del star of Q0 1, 0, 1, 0. ഇനി നമുക്ക് ബ്രാക്കറ്റ്സ് ഓരോന്നായിട്ടൊന്ന് നോക്കാം. This is the first bracket inside. Okay, this is the second one, third function and fourth function. Okay, അപ്പോൾ ആദ്യമേ നമുക്ക് അകത്തുനിന്ന് ഇത് ചെയ്ത് വരാം. വാട്ട് ഇസ് ഡെൽ സ്റ്റാർ Q0, 1? Q0യിൽ 1 വന്നാൽ എന്താണ്? Q1 ആണ്. പിന്നെ ബാക്കിയുള്ളത് വെച്ച് ഫില്ല് ചെയ്യാം. പിന്നെ ഓരോ ബ്രാക്കറ്റ് അടിയുമ്പോഴത്തേനും ഈ അകത്തെ ഡെൽ സ്റ്റാർ ഇങ്ങോട്ട് വരുവേ. ഇത് 0, 1,
0. ഇനി ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ബ്രാക്കറ്റ് വരുന്നത്. Q1 0 വന്നു കഴിഞ്ഞാൽ എന്താണിത്? Q1 തന്നെയാണ്. സോ we are again writing it as so this again becomes the next bracket. Q1 ൽ 1 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? Again we go to Q0. What is del star Q0 of 0? Again Q0. Is that the final state? No. So the string is not accepted. ഇങ്ങനെയാണ് നമ്മളുടെ എന്താ എക്സ്റ്റെൻഡഡ് ഫങ്ഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്.